എന്നാലും ആരെ മുമ്പിൽ കൈ കഴുകൊന്നും ഇട്ടാൽ നമുക്ക് ജീവിച്ചു പോകാം. ഓട്ടോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാതാളം ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മളെ ഒരു ചേച്ചീനെ, ഒരു വനിതാ ഓട്ടോ ഡ്രൈവറെ കാണുകയാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് പേഴ്സണൽ എക്സ്പീരിയൻസ് കാര്യങ്ങളും ചോദിക്കാം. ഹായ് ചേച്ചി, എന്താ പേര്? ലൈല ബഷീർ. ഈ ഒരു ഓട്ടോ മേഖലയിലേക്ക് വന്നിട്ട്, ഓട്ടോ തൊഴിലാളിയായിട്ട് വന്നിട്ട് ഒരുപാട് വർഷമായോ? 14 വർഷം. എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു കുടുംബം, നമ്മൾ പുറത്ത് ഭക്ഷണങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു കുടുംബം ജീവിച്ചു പോകാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോൾ പറയണമെങ്കിൽ മോനും ഒരു മോള് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്? എനിക്ക് ഫസ്റ്റിൽ തുടങ്ങി ഡ്രൈവിങ്ങിനോട് താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സ്വയമായിട്ട് ഓട്ടോറിക്ഷ പഠിക്കാൻ പോയി ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു വണ്ടി എടുത്ത് ഇതിലോട്ട് ഇറങ്ങി. സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് വീടുണ്ട്. പിന്നെ എനിക്ക് രാജീവ് മിനിസ്റ്ററിൻ്റെ സഹായത്തിലാണ് എനിക്ക് ആ വീട് കിട്ടിയത്. അപ്പം 3 മാസമായിട്ടുള്ളൂ. പണിത്തുണ്ട്. ഇവിടെ അടുത്താണ്. വീട് പോയി കണ്ടിട്ട് വരും. ഈ വീട് കിട്ടുന്നതിന് മുന്നേ എവിടെയാ താമസിച്ചത്? നമ്മൾ അവിടെ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഉള്ളത് ഇത് പാതാളം തന്നെയല്ലേ? ബഹുമാനപ്പെട്ട കയർ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലൈല താത്താക്ക് ഈ വീട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇത്താടോടൊപ്പം തന്നെ ആ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇതിപ്പോ ഈ എത്ര മാസമായിട്ടാ ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട്? ഈ വീട് ഇപ്പൊ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. പൂർത്തിയെന്ന് പറഞ്ഞാൽ ജനുവരി ഡിസംബറിൽ, കഴിഞ്ഞ കൊല്ലം ഡിസംബർ ലാസ്റ്റ് 8-ാം തീയതിയാണിത് തറക്കല്ലിട്ടത്. പിന്നെ അന്ന് തുടങ്ങി പണിതിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ പണി തീർന്നാറ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് താമസിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി ഞാൻ എല്ലാവരെയും വിളിച്ച് നല്ല ഇതിൽ തന്നെയാണ് താമസിച്ചത്. വീട് പണി പെട്ടെന്ന് 6 മാസമായപ്പോഴേക്ക് തീർന്നു. 6 മാസത്തിനുള്ളിൽ പണിത് കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 6 മാസത്തിൽ തന്നെ പണി കഴിഞ്ഞു. മന്ത്രി വിസിറ്റ് ചെയ്തായിരുന്നു? മന്ത്രി വന്നിട്ടുണ്ട്. ഞങ്ങൾ വീട് താമസത്തിന്റെ അന്ന് ഇടാനും മന്ത്രി വന്ന് താമസത്തിന് മന്ത്രിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി? സന്തോഷം തോന്നിയില്ല, ഒരുപാട് സന്തോഷം. എനിക്ക് ഇത്രയും ഒരു വീടൊന്നും ഉണ്ടാക്കാനുള്ള ഒരു സാമർഥ്യം ഇല്ല. നമ്മുടെ ബുദ്ധിമുട്ട് ഒന്നാമത് ഭർത്താവിന് വലിയ ജോലി ഉണ്ടായിരുന്നില്ല. പിന്നെ 2 പിള്ളേരെ അവരുടെ പഠിപ്പും കാര്യങ്ങളും ഈ ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴെങ്ങനെ നമ്മൾ ഓർക്കാപ്പുറത്തൊരു വീട് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ ഒരു സന്തോഷം, വളരെ ഒരുപാട്. ഇനി ഇത്ര ഒരു സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. ചരാതടേ